السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. اللهم اجعل عملنا كله صالحا واجعله لوجهك خالصا ولا تجعل منه لأحد شيئا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പേരുകളിൽ അൽ വലി, അൽ മൗല എന്നീ രണ്ട് നാമങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള രണ്ട് പേരുകളാണ് അൽ വലി, അൽ മൗല എന്നീ രണ്ട് പേരുകൾ. ഉദാഹരണത്തിന് സൂറത്തു ശൂറായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അമിത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ ഫല്ലാഹു ഹുവൽ വലിയ്യു വഹുവ യുഹ്യിൽ മൗതാ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അമിത്തഖദൂ, അവർ സ്വീകരിച്ചിരിക്കുകയാണോ, മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ ഉള്ളവരെ ഔലിയാ ആയി സ്വീകരിച്ചിരിക്കുകയാണോ. വലിയിൻ്റെ ബഹുവചനമാണ് ഔലിയ. ഫല്ലാഹു ഹുവൽ വലി, അല്ലാഹു അവനാണ് അൽ വലി, യഥാർത്ഥ വലി അവനാണ്. വഹുവ യുഹ്യിൽ മൗതാ, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു ഏതു കാര്യത്തിനും കഴിവുള്ളവനാണ്. അൽ വലി, അൽ മൗല എന്നീ രണ്ട് പേരുകൾ സൂചിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവൻ്റെ വലായത്തും അവൻ്റെ തവല്ലിയുമാണ്. അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളുടെ രക്ഷാധികാരിയാണ്. അതുപോലെ അവരോട് സ്നേഹമുള്ള, അവരിൽ നിന്ന് ഇഷ്ടദാസന്മാരെ സ്വീകരിച്ചിട്ടുള്ളവനാണ്. ഈ അർത്ഥമാണ് അൽ വലി, അൽ മൗല എന്നീ പേരുകൾ സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയുന്നു സൂറത്തു ശൂറായിൽ തന്നെ, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയ്യുൽ ഹമീദ്. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ്, അല്ലാഹു അവനാണ് ഗൈസ് ഇറക്കുന്നത്. എന്താണ് ഗൈസ് എന്നാൽ? ഗൈസ് എന്നാൽ മഴയാണ് അർത്ഥം. ഗൈസ് എന്നാൽ മഴയാണ്. അതുകൊണ്ടാണ് മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിൽ സലാത്തുൽ ഇസ്തിസ്ഖായിൽ അതിൻ്റെ ദുആയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിരുന്നത് അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹു നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരണമേ. അഗിസ് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഗൗസ് ചോദിക്കുക, അല്ലെങ്കിൽ ഗൈസ് ചോദിക്കുക. അഗിസ് എന്ന് പറഞ്ഞാൽ ഗൗസ് ചോദിക്കലും അതിലുൾപ്പെടും, ഗൈസ് ചോദിക്കലും അതിലുൾപ്പെടും. ഗൗസ് എന്നാൽ എന്താണ്? സഹായം. അതുകൊണ്ടാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. ഗൗസ് ചോദിക്കുന്നതിനാണ് എന്ത് പറയുക? ഇസ്തിഗാസ, സഹായം ചോദിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അഗിസ് എന്ന് പറഞ്ഞാൽ സഹായിക്കൂ എന്നും അതിനർത്ഥമുണ്ട്. അതുപോലെ ഗൈസ് ചോദിക്കുക എന്നും അതിനർത്ഥമുണ്ട്. ഗൈസ് എന്താണ്? മഴയാണ്. മഴ ചോദിക്കുക. മഴ ചോദിക്കുന്നതിനും എന്തു പറയും? അഗിസ് എന്ന് പറയും. അതിനും അഗിസ് എന്ന് പറയും. ഇസ്തിസ്ഖാ എന്നും മഴയ്ക്ക് വേണ്ടി ചോദിക്കുന്നതിന് പറയും. കാരണം സഖ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ വെള്ളം കുടിപ്പിച്ചതാണ് എന്ത് പറയാം? സഖ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തേടിയത് നമുക്ക് കാണാം. ഈ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, അല്ലാഹുവാണ് ഗൈസ്, മഴ ഇറക്കുന്നവൻ. മിൻ ബഅദി മാ ഖനതു, അവർ നിരാശയിലകപ്പെട്ടതിന് ശേഷം, അഥവാ മഴ ഇനി പെയ്യുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാതായതിനു ശേഷം മഴ വർഷിപ്പിക്കുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ അജബാകുന്നു, അവൻ അജബിലാകുന്നു. അജബ് എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ്, അവൻ്റെ വിശേഷണമാണ്. അത്ഭുതപ്പെടുക എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ
പടപ്പുകളുടെ അത്ഭുതം പോലെയല്ല റബ്ബിൻ്റെ അജബ്. പടപ്പുകളുടെ അത്ഭുതം അത് പ്രതീക്ഷിക്കാത്തൊരു കാര്യം സംഭവിച്ചാലാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് അവന് അറിയില്ലാത്ത ഒരു കാര്യം സംഭവിക്കുക എന്നതുണ്ടാവുകയില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ അജബ് എന്ന സിഫത്ത് ഉണ്ടാവുക പൊതുവെ നടക്കാത്തൊരു കാര്യം സംഭവിച്ചാലാണ്. പൊതുവെ നടക്കാത്തൊരു കാര്യം സംഭവിച്ചാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഹദീസ്. എന്താണത്? അള്ളാഹു അജബായിരിക്കുന്നു, അതായത് അടിമകൾ അവർ നിരാശപ്പെട്ടിരിക്കുന്നു, എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അവൻ മഴ വർഷിപ്പിക്കുക എന്നത് അടുത്തിരിക്കുന്നു. അപ്പോഴാണ് അവർ നിരാശപ്പെടുന്നത്. അവൻ അങ്ങനെ ജനങ്ങൾ നിരാശപ്പെട്ടതിന് ശേഷം മഴ വർഷിപ്പിക്കുന്നവനാണ്. വയൻഷുറു റഹ്മതഹ, അവൻ്റെ അനുഗ്രഹം വ്യാപിപ്പിക്കുന്നു. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് ഹമീദായ വലി, എല്ലാ സ്തുതികൾക്കും അർഹനായ രക്ഷാധികാരി, വലിയവനാണ്. സൂറത്തു നിസായിൽ അല്ലാഹു പറഞ്ഞു വകഫാ ബില്ലാഹി വലിയൻ വകഫാ ബില്ലാഹി നസീറ, സഹായിയായ അള്ളാഹു തന്നെ മതി, വലിയായി രക്ഷാധികാരിയായി അള്ളാഹു തന്നെ മതി. പണ്ഡിതന്മാർ ഈ വലിയും നസീറും എന്ന പേരുകൾ, അല്ലെങ്കിൽ അൽ മൗല, അൻ നസീർ, ഈ രണ്ട് പേരുകൾ ഒരുമിച്ച് വന്നാൽ അതും ഒരുമിച്ച് വന്നിട്ടുണ്ട്. നിഅമൽ മൗല വ നിഅമൻ നസീർ, എത്ര നല്ല രക്ഷാധികാരിയാണവൻ, എത്ര നല്ല സഹായിയാണവൻ. അതുപോലെ ചില ആളുകൾക്ക്, അക്രമികൾക്ക്, കാഫറുകൾക്ക് നാളെ പരലോകത്ത് അവർക്ക് ഒരു വലിയോ നസീറോ ഉണ്ടാവുകയില്ല എന്ന് ഖുർആനിൽ പറഞ്ഞത് കാണാം. അവർക്ക് അള്ളാഹുവിന് പുറമെ ഒരു വലിയോ ഒരു നസീറോ ഉണ്ടാവുകയില്ല. ഖുർആനിൽ ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. രണ്ടും ഒരുമിച്ച് വന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അപ്പോൾ വലിയിൻ്റെ അർത്ഥം നന്മകൾ കൊണ്ടുകൊടുക്കുന്ന, നന്മകൾ നൽകുന്ന രക്ഷാധികാരി. നസീർ എന്നാൽ അപകടങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന സഹായി. വലിയിൻ്റെ അർത്ഥം നന്മ ഗുണം കൊടുക്കുന്നവൻ. നസീറിൻ്റെ അർത്ഥം തിന്മ തടുക്കുന്ന സഹായി. ഇങ്ങനെയാണ് ഈ രണ്ട് പേരുകൾ ഒരുമിച്ച് വന്നാൽ എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാം. നോക്കൂ, അള്ളാഹു പറയുകയാണ് സൂറത്തുൽ ഹജ്ജിൽ, വഅതസിമു ബില്ലാഹി ഹുവ മൗലാക്കും ഫനിഅമൽ മൗല വനിഅമൻ നസീർ. നേരത്തെ പറഞ്ഞ ആയത്തിലാണ് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അവലംബിക്കുക. അൽ-ഇഅ്തിസാമു ബില്ലാഹ് എന്ന് പറയും, അള്ളാഹുവിൽ അവലംബിക്കുക എന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, റബ്ബിൽ അവലംബിക്കുക എന്നത്. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. ഫനിഅമൽ മൗല വനിഅമൻ നസീർ, എത്ര നല്ല രക്ഷാധികാരിയാണവൻ, എത്ര നല്ല സഹായിയാണവൻ. സൂറത്ത് ആല ഇമ്രാനിൽ അള്ളാഹു പറഞ്ഞു ബലില്ലാഹു മൗലാക്കും, മറിച്ച് അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി. വഹുവ ഖൈറുൻ നാസിരീൻ, അവൻ ഏറ്റവും സഹായികളിൽ ഏറ്റവും ഉത്തമനാണ്. സൂറത്തു തഹരീമിൽ അള്ളാഹു പറഞ്ഞു വല്ലാഹു മൗലാക്കും വഹുവൽ അലീമുൽ ഹക്കീം, അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷാധികാരി, അവനെല്ലാം അറിയുന്നവനും ഏറ്റവും യുക്തിയുള്ളവനുമാണ്. ഇനി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വലായത്ത് എന്നാൽ, അള്ളാഹുവിൻ്റെ തവല്ലി എന്നാൽ അള്ളാഹു ഒരുവൻ്റെ രക്ഷ ഏറ്റെടുക്കുക, അള്ളാഹു ഒരുവൻ്റെ വലിയാണ്, മൗലയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഈ വലായത്ത് അത് രണ്ട് ഇനമുണ്ട്. ഏതൊക്കെയാണ് രണ്ട് ഇനങ്ങൾ? നമ്മൾ പല പേരുകളിൽ പഠിച്ചിട്ടുള്ളതുപോലെ, ഒന്ന് വലായത്തുൻ ആമ്മ, രണ്ടാമത്തെ വലായത്തുൻ എന്തായിരിക്കും? ഖാസ്സ. ഒന്ന് ആമ്മത്തായ വലായത്താണ്, അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ അർത്ഥത്തിൽ പൊതുവായി പറഞ്ഞാൽ അവൻ എല്ലാവരുടെയും വലിയാണ്, എല്ലാവരുടെയും മൗലയാണ്. ആരുടെയൊക്കെ? മുസ്ലിമിൻ്റെയും കാഫിറിൻ്റെയും ഒക്കെ വലിയ മൗലയുമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അഥവാ അപ്പോൾ പറയുന്ന അർത്ഥം ഏതാണ്? റബ്ബ് അവൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാവരും, ഈ പ്രപഞ്ചം മുഴുവൻ, അതിലെ ഓരോ സംഗതിയും, അതിലെ തരിമണികൾ, അതിലെ കാറ്റുകൾ, അതിൽ പെയ്യുന്ന മഴ, അവിടെയുള്ള സമുദ്രം, നദികൾ, വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ, ആകാശവും ഭൂമിയും സകല സൃഷ്ടികളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിനാണ്. അവൻ കണക്കാക്കുന്ന കാര്യമേതോ അതാണ് അവൻ്റെ അടിമകളിൽ സംഭവിക്കുക. അവർക്ക് ലഭിക്കുന്ന ഖൈറാകട്ടെ ഷർറാകട്ടെ അള്ളാഹു തീരുമാനിച്ചത് മാത്രമാണ്. ഇതിൽ അള്ളാഹുവിൻ്റെ മുൽക്ക്, അവൻ്റെ അധികാരമാണ്. അധികാരം അത് സൂചിപ്പിക്കുന്ന അർത്ഥം അത് റബ്ബിൻ്റെതാണ് എന്നാണ് ഈ പേര് ഈ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അടിമകൾ മുഴുവൻ അവൻ്റെ നിയന്ത്രണത്തിലാണ്. ഒരു സൃഷ്ടിയിൽ ഒന്നും തന്നെ അവൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു കടക്കുകയില്ല.
നോക്കൂ നിങ്ങൾ, ഇതാണ് ഈ അർത്ഥമാണ് സൂറത്തുൽ അൻആമിൽ അള്ളാഹു സൂചിപ്പിച്ചത്. അള്ളാഹു പറയുകയാണ്, സുമ്മ റുദ്ദൂ ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ് അലാ ലഹുൽ ഹുക്മു വഹുവ അസ്റഉൽ ഹാസിബീൻ. സുമ്മ റുദ്ദൂ, പിന്നെ അവർ തിരിച്ചു മടക്കപ്പെടുന്നതാണ്, ഇലല്ലാഹ്, അള്ളാഹുലേക്ക്. എങ്ങനെയുള്ളവനാണ് അള്ളാഹു? മൗലാഹുമുൽ ഹഖ്, അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയാണവൻ. ഇവിടെ അവർ മടക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. അവരെന്ന് പറഞ്ഞാൽ ആരാ? എല്ലാവരും. സുമ്മ റുദ്ദൂ ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്, അവരെല്ലാം അത് അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയായ അള്ളാഹുലേക്ക് പിന്നീട് തിരിച്ചു മടക്കപ്പെടും. അലാ ലഹുൽ ഹുക്മു, അലാ ലഹുൽ ഹുക്മു വഹുവ അസ്റഉൽ ഹാസിബീൻ. അറിയുക, അവൻ്റെതാണ് തീരുമാനം. അവൻ ഏറ്റവും വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ്. സൂറത്ത് യൂനുസിൽ അള്ളാഹു പറഞ്ഞു ഇതേ അർത്ഥത്തിൽ, ഹുനാലിക തബ്ലു കുല്ലു നഫ്സിൻ മാ അസ്ലഫത് വറുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്. എല്ലാവരും അവരുടെ രക്ഷാധികാരിയായ അള്ളാഹുലേക്ക് തിരിച്ചു പോകും. ഇവിടെ ഈ മൗല, വലി എന്ന് ഇവിടെ പറഞ്ഞ അർത്ഥം എന്താണ്? ഇത് ആമായ അർത്ഥമാണ്. ഇതിൽ മുസ്ലിമും കാഫിറും എല്ലാവരും ഉൾപ്പെട്ടു. എന്നാൽ മുഅ്മിനുകളുടെ വലിയാണ് അള്ളാഹു എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ മുഅ്മിനുകളുടെ മൗലയാണ് അള്ളാഹു എന്ന് ഖുർആനിൽ ഹദീസിലും വന്നിട്ടുണ്ട്. അത് പ്രത്യേകമായ റബ്ബിൻ്റെ വലായത്താണ്. അതിൽ നേരത്തെ പറഞ്ഞ വലായത്തിന് പുറമെ, അഥവാ അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാവരും, അള്ളാഹു എല്ലാവരുടെയും രക്ഷാധികാരിയാണ് എന്നതിന് പുറമെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സ്നേഹവും അള്ളാഹു അവരെ പ്രത്യേകമായി വളർത്തിക്കൊണ്ടുവരുന്നതും അവരെ അള്ളാഹു ഈമാനിൽ അവരെ പടിപടിയായി കൊണ്ടുവരുന്നതും അവരെ തിന്മയുടെ വഴികളിൽ നിന്ന് അള്ളാഹു സംരക്ഷിക്കുന്നതും സഹായിക്കുന്നതുമൊക്കെ ഉൾപ്പെടും. അതാണ് ഖാസായ അതിൻ്റെ പ്രത്യേകമായ അർത്ഥം. ഈ അർത്ഥത്തിൽ അള്ളാഹു ആരുടെ മാത്രം വലിയാണ്? മുഅ്മിനുകളുടെ മാത്രം. ആരുടെ മൗലയാണ് അള്ളാഹു? മുഅ്മിനുകളുടെ മാത്രം. റബ്ബ് ഇഷ്ടപ്പെടുന്ന മുഅ്മിനുകൾ, അവരുടെ വലിയാണ് അള്ളാഹു. അവർ അള്ളാഹുവിൻ്റെ വലികളാണ്. ഏതർത്ഥത്തിൽ? അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചിട്ടുള്ള ആളുകളാണ്. ആ അർത്ഥത്തിൽ. ഈ അർത്ഥത്തിൽ കുഫാറുകൾക്ക്, മുശ്രിക്കുകൾക്ക് അവർക്ക് രക്ഷാധികാരിയില്ല. അതാണ് നോക്കൂ സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു പറഞ്ഞത്, ശ്രദ്ധിക്കുക, ദാലിക ബിഅന്നല്ലാഹ മൗലല്ലദീന ആമനു വഅന്നൽ കാഫിരീന ലാ മൗലാ ലഹും. എന്താണ് ആയത്ത്? അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹുവാണ് മുഅ്മിനുകളുടെ മൗല, അവരുടെ രക്ഷാധികാരി. ഏതർത്ഥത്തിലുള്ള രക്ഷാധികാരി? അവരെ സഹായിക്കുന്ന, അവരെ പടിപടിയായി ഈമാനിൽ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള, അവരെ സ്നേഹിക്കുന്ന വലിയാണ്, മൗലയാണ് അള്ളാഹു. എന്നിട്ട് അള്ളാഹു പറയുന്നു വഅന്നൽ കാഫിരീന ലാ മൗലാ ലഹും, കാഫിറുകൾക്ക് അവർക്കൊരു രക്ഷാധികാരിയില്ല. ഇത് ഏതർത്ഥത്തിലില്ല എന്നാൽ, അഥവാ അവരെ അള്ളാഹു സ്നേഹിക്കുന്നില്ല, അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല സഹായിക്കുകയില്ല, അള്ളാഹു അവരെ ഈ രൂപത്തിൽ മുഅ്മിനുകൾക്ക് നൽകുന്ന പ്രത്യേകമായ സംരക്ഷണം അവർക്ക് നൽകുകയില്ല. അതേസമയം റബ്ബിൻ്റെ നിയന്ത്രണത്തിലാണ് അവർ എന്ന അർത്ഥത്തിൽ അള്ളാഹു അവരുടെ മൗലയാണ്, വലിയാണ്. പക്ഷെ ഈ പറഞ്ഞ അർത്ഥത്തിൽ അവർക്ക് വലായത്തില്ല. കാരണം ഇത് സ്നേഹത്തിൻ്റെ വലായത്താണ്, തൗഫീഖാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. നസ്റാണ്, അള്ളാഹുവിൻ്റെ സഹായമാണ്, അള്ളാഹുവിൻ്റെ പിന്തുണയാണ്. അത് മുഅ്മിനുകൾക്ക് മാത്രമാണ്, അത് കാഫിറുകൾക്കില്ല. മറിച്ച് അവർക്കുള്ളത് പരാജയമാണ്. അവർക്ക് നന്മകൾക്ക് തൗഫീഖ് ലഭിക്കുകയില്ല. അവരുടെ വലിയ പിശാചാണ്. അവരുടെ സങ്കേതം, അവർക്ക് ചെന്നു ചേരാനുള്ള കേന്ദ്രം നരകമാണ്. അവർക്ക് ഏറ്റവും യോജിച്ച സങ്കേതം എന്ന അർത്ഥത്തിൽ അവരുടെ മൗല നരകമാണ് എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നോക്കൂ സൂറത്തു നഹ്ലിൽ അള്ളാഹു പറയുന്നു, ഫസയ്യന ലഹുമു ശൈത്താനു അഅമാലഹും ഫഹുവ വലിയുഹും. അവർക്ക് പിശാച് അവരുടെ കർമ്മങ്ങൾ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുത്തു. ഫഹുവ വലിയുഹും, പിശാചാണ് അവരുടെ വലി. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. സൂറത്തുൽ ഹദീദിൽ അള്ളാഹു പറഞ്ഞു, ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദ്യ വലാ മിനല്ലദീന കഫറു. മുനാഫിഖുകളോട് പറയുകയാണ്, നിങ്ങളിൽ നിന്ന് പ്രായശ്ചിത്തം സ്വീകരിക്കപ്പെടുകയില്ല, കാഫിറുകളിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. മഅവാകുമുന്നാർ, നിങ്ങളുടെ സങ്കേതം നരകമാണ്. ഹിയ മൗലാക്കും, നരകമാണ് നിങ്ങളുടെ മൗല. പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച, ഔലാബിക്കും എന്ന് പറയും. അഥവാ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച, നിങ്ങൾക്ക് ചെന്നു ചേരാനുള്ള, നിങ്ങളെ വിട്ടുമാറാത്ത നിങ്ങളുടെ സങ്കേതം അതാണ്. വബിഅ്സൽ മസീർ, അതെത്ര മോശമായ സങ്കേതമാണ്. വലയ്യാദു ബില്ലാഹ്.
ഇതാണ് മുഅ്മിനുകൾക്കുള്ള പ്രത്യേകമായ വലായത്തും കാഫിറുകൾക്ക് ഇല്ല എന്ന് പറഞ്ഞ വലായത്തും തമ്മിലുള്ള വ്യത്യാസം. നോക്കൂ, അള്ളാഹു പറഞ്ഞത് അല്ലാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു മുഅ്മിനുകളുടെ വലിയാണ്, വിശ്വസിച്ചവരുടെ വലിയാണ്. യുഖ്രിജുഹും മിനദ്ദുലുമാതി ഇലന്നൂർ, അള്ളാഹു അവർ ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് പുറത്തേക്ക് രക്ഷപ്പെടുത്തുന്നു. വല്ലദീന കഫറു, എന്നാൽ കാഫിറുകളായ ആളുകളുടെ ഔലിയാഹും താഗൂത്ത്, അവരുടെ വലിയകളാരാണ്? താഗൂത്താണ്. താഗൂത്ത് എന്നാൽ ആരാധിക്കപ്പെടാൻ അർഹതയില്ലാത്ത ആളുകൾ, പിശാചിനെ പോലെ, ദൈവങ്ങളെ പോലെ. അതുപോലെ അള്ളാഹുവിന് പുറമെ അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായി അവരനുസരിക്കുന്ന നേതാക്കന്മാർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഇതാണ്, പക്ഷേ നേതാവിൻ്റെ കൽപ്പന ഇതാണ് എങ്കിൽ അതനുസരിക്കും. അതുപോലെ ഹലാൽ ഹറാമുകൾ അള്ളാഹുവിന് നിശ്ചയിച്ചതിന് പുറമെ അവർക്ക് അതിനെതിരായി നിശ്ചയിച്ചു കൊടുക്കുന്നവർ, ഇതിനൊക്കെ എന്തു പറയും? താഗൂത്ത് എന്ന് പറയും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിനെ വിശദീകരിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: ജനങ്ങൾ അതിരുവിട്ട മിൻ മഅബൂദിൻ ഔ മത്ബൂഇൻ ഔ മുതാഇൻ, ജനങ്ങൾ ആരാധിക്കുന്നവർ, അതുപോലെ അവർ നേതാക്കന്മാരാക്കിയിട്ടുള്ളവർ, അവരനുസരിക്കുന്നവർ, അഥവാ റബ്ബിൻ്റെ കൽപ്പനക്ക് വിരുദ്ധമായി. ഇതാണ് താഗൂത്ത് എന്ന് പറഞ്ഞാൽ. അവരാണ് കാഫിറുകളുടെ വലിയകൾ. യുഖ്രിജൂനഹും മിനന്നൂരി ഇലദ്ദുലുമാത്, അവർ നേരെ തിരിച്ച് ആണ് ചെയ്യുന്നത്, വെളിച്ചത്തിൽ നിന്ന് അവരെ ഇരുട്ടുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫിഹാ ഖാലിദൂൻ, അവർ നരകാവകാശികളാണ്. ഹും ഫിഹാ ഖാലിദൂൻ, അവരവിടെ ശാശ്വതരായിരിക്കും. വൽഇയാദു ബില്ലാഹ്. അള്ളാഹു വലിയാണ് മുഅ്മിനുകളുടെ, അവരുടെ മൗലയാണ്. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. അൻത വലിയുന ഫഗ്ഫിർ ലനാ വർഹംന, മുഅ്മിനുകളുടെ ദുആ ആയി അള്ളാഹു പറഞ്ഞതാണ്. അൻത വലിയുന, അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ വലി, നീയാണ് ഞങ്ങളുടെ വലി. ഫഗ്ഫിർ ലനാ വർഹംന, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വർഹംന, നീ ഞങ്ങളോട് കരുണ ചൊരിയണമേ. വഅൻത ഖൈറുൽ ഗാഫിരീൻ, നീയാണ് ഏറ്റവും നന്നായി പൊറുക്കുന്നവൻ. ഇത് നോക്കൂ, അള്ളാഹു മുഅ്മിനുകളെ അവരുടെ ശത്രുക്കൾക്കെതിരിൽ സഹായിക്കും. എന്തുകൊണ്ടാണ്? അള്ളാഹു അവരുടെ വലിയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ മറ്റൊരു ദുആയിൽ കാണാം, അൻത വലിയുന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. സൂറത്തുൽ ബഖറയിലെ അവസാന ഭാഗത്തുള്ളതാണ് അല്ലേ? അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംന അൻത മൗലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അതുകൊണ്ട് നിഷേധികളായ ആളുകൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ. അള്ളാഹു അവരെ സഹായിക്കും, മുഅ്മിനുകളെ സഹായിക്കും. ഇതുകൊണ്ടാണ് നോക്കൂ, ഉഹദ് യുദ്ധം കഴിഞ്ഞ് അബൂ സുഫിയാൻ അന്ന് മുശ്രിക്കായിരുന്നു. അബൂ സുഫിയാൻ മുശ്രിക്കുകളുടെ നേതാവായിരുന്ന കാലത്ത് ഉഹദ് കഴിഞ്ഞ് അബൂ സുഫിയാൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിക്കുകയാണ്, അഫീക്കും മുഹമ്മദ്, നിങ്ങൾ മുഹമ്മദ് ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ഇത് കേൾക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിണ്ടരുതെന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, അഫീക്കും ഇബ്നു അബി ഖുഹാഫ, നിങ്ങളിൽ അബൂ ഖുഹാഫയുടെ മകനുണ്ടോ? ആരാണത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അഫീക്കും ഇബ്നുൽ ഖത്താബ്, നിങ്ങളിൽ ഖത്താബിന് മകനുണ്ടോ, ഉമറുണ്ടോ എന്ന് അബൂ സുഫിയാൻ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയരുതെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ഇത് കേൾക്കുന്നുണ്ട്. അബൂ സുഫിയാൻ പറഞ്ഞു, അവരെല്ലാവരും കൊല്ലപ്പെട്ടു എന്ന് അബൂ സുഫിയാൻ പറഞ്ഞു. നോക്കണം നിങ്ങൾ, ഇസ്ലാമിൽ ഏറ്റവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാരാണ് എന്ന് മുശ്രിക്കുകൾക്കവരറിയാം. അന്ന് മുശ്രിക്കായിരുന്ന അബൂ സുഫിയാനാണ് പറയുന്നത്. അബൂബക്കറിനെയും ഉമറിൻ്റെയും പ്രത്യേകത എന്താണ് എന്ന് അത് അറിയാതെ പോയവർ, അബൂബക്കറിനെയും ഉമറിനെയും ചീത്ത വിളിക്കുന്നവർ ആ മുശ്രിക്കുകളെക്കാളും അധപ്പതിച്ചവരാണ്. എന്താണ് തെളിവാണത്? റാഫിദികളെ, ഷിയകളെ പോലെയുള്ളവർ. നോക്കൂ, ഇങ്ങനെ അബൂ സുഫിയാൻ ചോദിച്ചു, ഉമറിന് ക്ഷമ കിട്ടിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ മറുപടി പറയരുത് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നബി മറുപടി പറയരുത് എന്ന് പറയാതിരുന്നപ്പോൾ ഇതിനു ശേഷം ഉമർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എന്ത്? നീ അള്ളാഹുവിൻ്റെ ശത്രു, നീ പേരെടുത്തവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം അള്ളാഹു ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഉമർ ഉച്ചത്തിൽ മറുപടി പറയും. അപ്പോൾ അബൂ സുഫിയാൻ പറയുകയാണ്, എന്ത്? ഉഅ്ലു ഹുബുൽ
ഹുബുൽ, ഹുബുൽ എന്നത് അവരുടെ ഇലാഹാണ്. ഹുബുൽ ഉയരട്ടെ, നീണാൽ വാഴട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ പറയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തുജീബു, മറുപടി പറയുന്നില്ലേ നിങ്ങൾ? നോക്കൂ നിങ്ങൾ, ആ ശിർക്കിൻ്റെ വാക്ക് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഉണ്ടാതിരിക്കാൻ പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ പറയുകയാണ്. അവർ പറഞ്ഞു, എന്താണ് നിങ്ങൾ മറുപടി പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അഅ്ലാ വ അജൽ, അള്ളാഹു ആണ് ഏറ്റവും മുകളിലുള്ളവൻ, അവനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ, ഏറ്റവും മഹത്വമുള്ളവൻ. അബൂ സുഫിയാൻ പറഞ്ഞു, ലന ഉസ്സ വല ഉസ്സ ലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സയില്ല. ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് ഉസ്സ വേറൊരു ഇലാഹാണ്. നോക്ക് നിങ്ങൾ, നമുക്ക് റിഫായി ഷേഖ് ഉണ്ട്, നിങ്ങൾക്ക് ആരാളും ചോദിക്കാറില്ലേ? അതുപോലത്തെ ചോദ്യമാണിത്. ലന ഉസ്സ വല ഉസ്സ ലക്കും എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ തുജീബു, മറുപടി പറയുന്നില്ലേ നിങ്ങൾ? എന്താണ് മറുപടി പറയേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും. ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൽ വന്ന നേരത്തെ ഞാൻ പറഞ്ഞ ആയത്തിലുള്ളതാണത്. അള്ളാഹുവാണ് ഞങ്ങളുടെ മൗല, ഞങ്ങളുടെ രക്ഷാധികാരി, നിങ്ങൾക്കൊരു രക്ഷാധികാരിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ പറഞ്ഞു. അബൂ സുഫിയാൻ പറഞ്ഞു, അബൂ സുഫിയാൻ ആ സമയത്ത് കുറേ വെല്ലുവിളിച്ച് സംസാരിക്കുകയുണ്ടായി റളിയല്ലാഹു അൻഹു. ആ സമയത്ത് മുശ്രിക്കായിരുന്നു. അബൂ സുഫിയാൻ പറഞ്ഞു, ഇത് യൗമുൻ ബിയൗമി ബദർ, ബദറിന് പകരമാണ്, ബദറിന് പകരം. കാരണം ഉഹദിൽ ബദറിൽ മുസ്ലിമീങ്ങൾക്കുണ്ടായ വിജയം പോലെ അത്ര ഇല്ലെങ്കിലും മുസ്ലിമീങ്ങൾക്ക് പരാജയം ഉഹദിൽ ഉണ്ടായി. 70 മുശ്രിക്കുകൾ ബദറിൽ കൊല്ലപ്പെടുകയും 70 മുശ്രിക്കുകൾ തടവിലാക്കപ്പെടുകയും ഉണ്ടായി. ഉഹദിലോ 70 മുസ്ലിമീങ്ങൾ കൊല്ലപ്പെട്ടു. മുസ്ലിമീങ്ങളിൽ 70 പേർ കൊല്ലപ്പെട്ടു, 70 സഹാബിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അവലമ്മ അസാബത്കും മുസീബത്തുൻ, നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചപ്പോൾ ഖദ് അസബ്തും മിസ്ലൈഹ, അതിൻ്റെ ഇരട്ടി നിങ്ങൾ നേരത്തെ അവർക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ 70 കൊല്ലപ്പെട്ടു, നേരത്തെ 70 കൊല്ലപ്പെടുകയും 70 പേർ തടവിലാക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് മുശ്രിക്കുകൾ. അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്കൊരു മുസീബത്ത് ബാധിച്ചു, അത് അസബ്തും മിസ്ലൈഹ, അതിൻ്റെ ഇരട്ടി നിങ്ങൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മുസീബത്ത് ഉണ്ടായപ്പോൾ ഖുൽതും, നിങ്ങൾ ചോദിക്കുന്നു, അന്ന ഹാദ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതെവിടെ നിന്ന് വന്നു? ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, അള്ളാഹു പറഞ്ഞു, ഇത് നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്, നിങ്ങളുടെ തെറ്റ് കാരണത്താൽ സംഭവിച്ചതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് ആല ഇമ്രാനിൽ പറയുകയുണ്ടായി. അപ്പോൾ നോക്കൂ, അബൂ സുഫിയാൻ പറഞ്ഞു, ഇത് ബദറിന് പകരമുള്ള ദിവസമാണ്. എന്നിട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, കൊല്ലപ്പെട്ടവരിൽ ചിലരെ തംസീൽ നടത്തിയതായി നിങ്ങൾക്ക് കാണാം. തംസീൽ എന്നാൽ എന്താണ്? മരിച്ചതിന് ശേഷം ചിത്രവധം നടത്തുക, ശരീരം വികൃതമാക്കുക, മുഖം വികൃതമാക്കുക, മൂക്ക് മുറിക്കുക പോലെയുള്ള കാര്യങ്ങൾ, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇസ്ലാമിൽ അത് വിലക്കപ്പെട്ടിട്ടുണ്ട്. മുശ്രിക്കുകളെ അല്ലെങ്കിൽ ഇസ്ലാമിക യുദ്ധമുണ്ടായാൽ കൊല്ലപ്പെട്ടാൽ പോലും അഥവാ ശത്രുക്കളെ വകവരുത്തിയാൽ പോലും അവരിത് ചെയ്യാൻ പാടില്ല എന്നാണ്. ഖിസാസായിക്കൊണ്ടല്ലാതെ, അഥവാ ഇങ്ങോട്ട് ചെയ്താൽ തത്തുല്യമായത് അങ്ങോട്ട് ചെയ്യുക എന്നതല്ലാതെ ഇത് പാടില്ലാത്തതാണ്, തംസീൽ പാടില്ല. അബൂ സുഫിയാൻ പറഞ്ഞു, കൊല്ലപ്പെട്ടവരിൽ ചിലരെ തംസീൽ ചെയ്തതായി നിങ്ങൾക്ക് കാണാം, ഞാനത് കൽപ്പിച്ചിട്ടില്ല, പക്ഷെ ചെയ്തതിൽ എനിക്ക് വിരോധവുമില്ല എന്ന് അബൂ സുഫിയാൻ ആ സമയത്ത് പറയുന്നത്. ഇതൊക്കെ യുദ്ധത്തിന് ശേഷമുള്ള വെല്ലുവിളികളുടെ ഭാഗമാണ്. അങ്ങനെ അബൂ സുഫിയാൻ തിരിച്ചുപോയി. അതിനിടയിലുള്ള വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, അല്ലാഹു മൗലാന വലാ മൗലാ ലക്കും. നോക്കൂ, അള്ളാഹു മുഅ്മിനുകളുടെ വലിയാണ് എന്നതുകൊണ്ടാണ് അവൻ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത്, ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം, നാളെ പരലോകത്ത് മുഅ്മിനുകൾക്ക് ദാറുസ്സലാം ഉണ്ട്, സമാധാനത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ ഭവനമായ സ്വർഗം. വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ, അള്ളാഹുവാണ് അവരുടെ വലി, അവർ പ്രവർത്തിച്ചത് കാരണത്താൽ. നോക്കൂ, ഇങ്ങനെ ഈ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ വലായത്ത്, സ്നേഹം ലഭിച്ചവർക്കാണ് എന്തു പറയുക? അള്ളാഹുവിൻ്റെ വലികൾ എന്ന് പറയുക. അതേതർത്ഥത്തിലാണ്? അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എന്ന അർത്ഥത്തിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ വലിയന് രക്ഷാധികാരി എന്ന അർത്ഥമുണ്ട്. അതുപോലെ അള്ളാഹുവിൻ്റെ സ്നേഹവും അവൻ ഇഷ്ടദാസന്മാരെ തിരഞ്ഞെടുക്കുക എന്ന കാര്യവും സൂചിപ്പിക്കുന്ന പേര് കൂടിയാണ് അൽ വലി എന്ന അള്ളാഹുവിൻ്റെ പേര്. അതുപോലെ അടിമകളിൽ അള്ളാഹുവിൻ്റെ വലിയകളുണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയ.
അവരുടെ വിശേഷണമാണ്. അവർ അള്ളാഹുൽ വിശ്വസിച്ചവരും അവനെ സൂക്ഷിക്കുന്നവരുമായിരിക്കും. അവരുടെ പ്രത്യേകതകൾ നമുക്കറിയാവുന്നതുപോലെ അള്ളാഹു അവർക്ക് വലിയ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വലിയകൾ. എപ്പോഴാണ് ഒരാൾ അള്ളാഹുവിൻ്റെ വലിയാവുക? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക, സുന്നത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ മഹബത്ത് ഒരാൾക്ക് ലഭിക്കുക. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠർ അള്ളാഹുവിൻ്റെ നബിമാരാണ്. അവർക്ക് കീഴിൽ മാത്രമാണ് ബാക്കി ഔലിയ എല്ലാം വരുന്നത്. അള്ളാഹുവിൻ്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠർ റസൂലുകളാണ്. റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഉലുൽ അസ്മാണ്. ഉലുൽ അസ്മിൽ ഏറ്റവും ശ്രേഷ്ഠർ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് നോക്കൂ, അള്ളാഹുവിൻ്റെ അടിമകളിൽ അവർക്കിടയിൽ രണ്ടു കൂട്ടരായി അവരെ വേർതിരിക്കാനുള്ള മാനദണ്ഡമായി അള്ളാഹു നിശ്ചയിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഇനി ആർക്ക് അള്ളാഹുവിൻ്റെ വലിയാകണോ അവൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. പറയൂ നബിയെ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാതെ ആരെങ്കിലും വലായത്ത് വാദിച്ചാൽ ഞാൻ അള്ളാഹുവിൻ്റെ വലിയാണെന്ന് വാദിച്ചാൽ യഥാർത്ഥത്തിൽ അവൻ പിശാചിൻ്റെ വലിയാണ്, അള്ളാഹുവിൻ്റെ വലിയല്ല. വലിയാണ് ഞാൻ എന്ന് ചിലർ തന്നെ കുറിച്ച് വിചാരിച്ചേക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറിച്ച് വിചാരിച്ചേക്കും. അതുകൊണ്ട് അയാൾക്ക് അള്ളാഹുവിൻ്റെ വലായത്ത് ലഭിക്കുമോ? അവകാശവാദം കൊണ്ട് കിട്ടുമായിരുന്നുവെങ്കിൽ അള്ളാഹിൻ്റെ വലിയകൾ ആരാകണമായിരുന്നു? യഹൂദി നസ്രാനികളാകണമായിരുന്നു. കാരണം അവർ പറഞ്ഞെന്താ? നഹ്നു അബ്നാഉല്ലാഹ് വഅഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ്, അവൻ്റെ അഹിബ്ബ ആണ്. അഹിബ്ബ എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്, അള്ളാഹുവിന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് അവർ അള്ളാഹിൻ്റെ വലിയാവും ഇല്ല. മുശ്രിക്കുകൾ വാദിച്ചെന്താ? ഞങ്ങളാണ് ഹജ്ജ് അതിൻ്റെ കഅബ സംരക്ഷിക്കുന്നവർ, അതുപോലെ ഹജ്ജ് കർമ്മങ്ങൾക്ക് വരുന്നവർക്ക് സിഖായത്ത് നൽകുന്നവർ, അഥവാ അവർക്ക് വെള്ളം കൊടുക്കുന്നവർ, ബൈത്ത് സംരക്ഷിക്കുന്നവർ എന്നാണ്. നോക്കൂ, അള്ളാഹു പറഞ്ഞത് വമാ കാനൂ ഔലിയാഅ, അവർ അള്ളാഹുവിൻ്റെ വലിയകളല്ല. ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖൂൻ, അള്ളാഹുവിൻ്റെ വലിയകൾ എന്നാൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ മാത്രമാണ്. ഇതുപോലെ അള്ളാഹുവിൻ്റെ വലായത്ത് വാദിക്കുന്ന വേറൊരു വിഭാഗമാണ് ആര്? ഇതിലും കടുത്ത ഒരു വിഭാഗമുണ്ട്. അവരാരെന്നാൽ അള്ളാഹു അവൻ്റെ അടിമകൾക്കിടയിൽ അവതരിച്ചിരിക്കുന്നു, എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എന്ന് പറയുന്ന വഹ്ദത്തുൽ വജൂദിൻ്റെ ആളുകളാണ്. വഹ്ദത്തുൽ വജൂദ് എന്നാൽ അത് യഥാർത്ഥത്തിൽ ഒന്നേ ഉള്ളൂ, അനൽ ഹഖ് എന്ന വാദം പറയുന്ന ആളുകളാണ്. അനൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഞാനാണ്, അൽ ഹഖ് എന്നാൽ അള്ളാഹുവിൻ്റെ പേരാണ്, അത് ഞാനാണ്. അതുകൊണ്ടാണ് അവരിൽ ചിലർ ദിക്റായി ചൊല്ലിയത് എന്ത്? സുബ്ഹാനി. ദിക്ർ സുബ്ഹാനി, സുബ്ഹാൻ അള്ളാഹ് എന്ന് പറയുന്നതിന് പകരം സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധനാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവും അവരും തമ്മിൽ വ്യത്യാസമില്ല. അള്ളാഹുൽ ഫനാ ആയിരിക്കുന്നു. എന്താണ് ഫനാ എന്നാൽ? ലയിച്ചിരിക്കുന്നു. ഇത് എന്താണ് ഇവർ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? വലിയകൾ ഏറ്റവും മുന്തിയ സ്ഥിതിയിലെത്തിയാൽ അവരെന്താവും? അള്ളാഹുമായി ഫനായിലാകും, ആ അവസ്ഥയിൽ എത്തും. ഇത് സ്നേഹമാണെന്നാണ് അവർ വാദിക്കുന്നത്, ഇത് ഔലിയ ആണെന്നാണ് വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇബാദത്തുകൾ അവർക്ക് വേണ്ടതില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇത് അങ്ങേയറ്റത്തെ കുഫറാണ്. ശരിയായ പിശാചുക്കളും അവരുടെ വലിയകളുമാണ് അവർ, അല്ലേ? ഒരു പരിധി വിട്ടാൽ പിന്നെ ഒരുവൻ പിശാചിൻ്റെ അനുയായി ആവുക എന്നതിനപ്പുറം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഇദ്ദത്തു സാബിരീൻ ദഖീറത്തു ഷാക്കിരീൻ എന്ന കിതാബിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് കാണാം. അതായത് നമ്മൾ സാധാരണ എന്താ പറയും? ഒരുത്തൻ പിശാചിൻ്റെ അനുയായിയാണ്, പിശാചിൻ്റെ സഹായിയാണെന്ന് പറയും. എന്നാൽ അതിലും പിടുത്തം വിട്ടാൽ പിശാച് ഇവൻ്റെ സഹായിയായി തീരുമെന്നാണ്. മനസ്സിലായില്ലേ? ശൈത്താൻ ഇവൻ്റെ സഹായിയായിത്തീരും. യാ സുബ്ഹാനല്ലാഹ്, അത് അങ്ങേയറ്റത്തെ കുഫറിൻ്റെ അങ്ങേയറ്റമായിരിക്കും. അത് കുഫറിൻ്റെ ദലാലത്തിൻ്റെ അങ്ങേയറ്റമായിരിക്കും. അവൻ്റെ പിണിയാളികളായി പിശാചുക്കൾ മാറുക എന്ന അവസ്ഥയിലേക്ക് എത്തും. അങ്ങനെയുള്ളവരാണ് അവരൊരിക്കലും അള്ളാഹുവിൻ്റെ വലിയകളല്ല. അള്ളാഹു ആർക്കാണ് അള്ളാഹുവിൻ്റെ തവല്ലി ലഭിക്കുക?
ആരാണ് അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരായി സ്വീകരിക്കുക? നോക്കൂ, അള്ളാഹു പറഞ്ഞു സൂറത്തുൽ അറാഫിൽ, ഇന്ന വലിയ അല്ലാഹു അല്ലദീ നസ്സലൽ കിതാബ്, എൻ്റെ വലിയായ അള്ളാഹു അവൻ ആരാണ്? അവൻ കിതാബ് അവതരിപ്പിച്ച റബ്ബാണ്. വഹുവ, ശരിക്കും ശ്രദ്ധിക്കണം ഈ വാക്ക്, വഹുവ യതവല്ല സ്സാലിഹീൻ, വഹുവ യതവല്ല സ്സാലിഹീൻ. അള്ളാഹു മിത്രമായി സ്വീകരിക്കുക ആരാണ്? സാലിഹുകളെ ആണ്. സാലിഹുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഖുലൂബ് അത് നന്നായിട്ടുണ്ട്, അവരുടെ ഹൃദയങ്ങൾ നന്നായി, അവരുടെ നീയത്തുകൾ നന്നായിട്ടുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ നന്നായിട്ടുണ്ട്, അവരുടെ വാക്കുകൾ നന്നായിട്ടുണ്ട്. അവരാണ് സാലിഹുകൾ. അവരാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വലായത്ത് നൽകുക. ഈ കാര്യങ്ങൾ, ഈ അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠമായ 2 പേരുകളാണ് അൽ വലി, അൽ മൗല എന്നീ പേരുകൾ. അതിൻ്റെ ആമായ അർത്ഥവും ഖാസായ അർത്ഥവുമാണ് നമ്മൾ ഇതുവരെ വിശദീകരിച്ചത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഖാസായ, അവൻ്റെ വലായത്ത്, അവൻ്റെ തവല്ലി അത് നമുക്ക് നൽകുമാറാകട്ടെ. ഔലിയാക്കളുടെ കൂടെ, അവരുടെ നേതാവായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദാറുസ്സലാമിൽ, റബ്ബിൻ്റെ സ്വർഗത്തിൽ അവൻ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ആമീൻ.